സൈക്കിൾ ഓടിക്കരുത്, പറയുന്നത് കേൾക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? അത്രയ്ക്കായോ? വീറിന് ഇവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാനും ഇവിടെ സൈക്കിൾ ഓടിക്കും. കെ പാക്കി വരൂ. വണ്ടി സ്റ്റോപ്പ്. എന്താ നീ ചെയ്യുന്നത്? ഡോണ്ട് വറി സർ, പ്രിൻസിപ്പൽ സാർ കോറിഡോറിൽ സൈക്കിൾ ഓടിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. നീ പറയുന്ന പ്രിൻസിപ്പൽ ഞാനാണ്. ഞാൻ അങ്ങനെ ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. സോറി സർ. ഇന്ന് എല്ലാ സ്റ്റുഡൻസും കോറിഡോറിൽ എന്തിനാ സൈക്കിൾ ഓടിക്കുന്നത്? നീയാ എല്ലാരോടും പറഞ്ഞിരിക്കുന്നതല്ലേ ഞാൻ പെർമിഷൻ തന്നൂന്ന്? ആദ്യമായിട്ടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂർ ഡിറ്റക്ഷൻ ചെയ്തിട്ട് വേണം നീ പോകാൻ. ഇനി മേലാ നീ ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. സാർ, പക്ഷെ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല സാർ. അതെ സാർ, വീർ ഇത്രയും നേരം എന്റെ കൂടെയായിരുന്നു. 2 മണിക്കൂർ ഡിറ്റൻഷൻ. പക്ഷേ സാർ, 2.5 മണിക്കൂർ ഡിറ്റൻഷൻ. ആരോ എനിക്കെതിരെ ചതി ചെയ്തിട്ടുണ്ട്. അതാ ഇങ്ങനെ. ആരോ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ അത് ആരായിരിക്കും? മിസ്റ്റർ മാസ്കൂട്ട, നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് ഒരു കലക്ക് കളഞ്ഞു. അതുപോലെ ബസാറിലും ചെന്ന് ഒരു കലക്ക് കലക്കിട്ടേക്ക് വാ. ഹലോ കൂട്ടുകാരെ, ചോക്ലേറ്റ്സും മിഠായിസും കഴിക്കുന്നു? അതെ അതെ. എന്താ നീ കഴിച്ചോ? എടുത്തോളൂ. എടാ കുട്ടികളെ, ഇവിടുന്ന് ഒന്ന് മാറിപ്പോ, ഓടിപ്പോ. ഇതെല്ലാം എന്റെ ചോക്ലേറ്റ്സ് ആണ്. എന്റെ ഒരു ചോക്ലേറ്റ് പോലും കൈവയ്ക്കരുത്, പറഞ്ഞേക്കാം. ഈ വീറിന് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ചെന്ന് അപ്പൂപ്പനോട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളാരും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ 1 മിനിറ്റ് നിൽക്ക്, ഞാൻ വീറിനോട് തനിച്ചൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പൂപ്പ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ് മോനെ. പക്ഷെ എനിക്കിപ്പോ നിന്റെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ നീ എന്താ ചെയ്തതെന്ന് എനിക്കൊന്ന് കാണണം. ഇവരാരും ഇപ്പൊ സംസാരിക്കാനുള്ള മൂഡിലല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകുന്നതാ നല്ലത്. കാട്ടിനകത്ത് എന്തുമാത്രം വന്യമൃഗങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഓടിച്ചല്ലേ, ഞാൻ ഈ ബോലാബാല ഗ്രാമം മൊത്തം ചുറ്റിക്കറങ്ങി രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ നോക്കട്ടെ. എന്താ ശരിയല്ലേ? അത് കണ്ടെത്തി നിന്നോട് ഞാൻ പറയാം. ഗുഡ് ഐഡിയ ചുൾബുൾ. വിങ് സ്യൂട്ട് ഓൺ. എന്നെ രക്ഷിക്കേ. ആരും അറിയാതെ ഉമ്മരുടെ രഹസ്യം ചോർത്തിയെടുക്കാനുള്ള എന്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. ഇപ്പോൾ അപകടത്തിലാണ്. അവന്റെ കൂടെ വേറൊരു ചെക്കനുമുണ്ട്. അവനെയും അവർ കെട്ടിയിട്ടിരിക്കുക. നമ്മളിപ്പോൾ അവരെ രണ്ടുപേരെയും രക്ഷിച്ചേ പറ്റൂ. പറക്കാനുള്ള വിങ്സ് കൂടെ കൊണ്ടുവന്നത് നന്നായി. ദയവേത് എന്റെ പേരക്കുട്ടിയെ വിട്ടേക്ക്. ദയവേത് അവനെ വിട്ടേക്ക്. ഇനി അവൻ ഇതുപോലെ ഒരു തെറ്റ് ആവർത്തിക്കില്ല. അദീസ, അദീസ. അവനെ കൊണ്ടുപോ. പിന്നെ അദീസയെ മോഷ്ടിച്ച കുറ്റത്തിനായി അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അദീസ.
ഊല ഊല യൂക്കി യൂക്കി അവരെ പിന്തുടര്. താങ്ക് യു വീർ. യു ആർ വെൽക്കം ചുൾബുൾ. എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി. ഓ, നിനക്ക് ഞങ്ങളുടെ ഭാഷയും സംസാരിക്കാൻ പറ്റുമോ? കൊള്ളാം. ഊല ഊല ചിടുബാല ഊല ഊല. ദേ അതുവഴി ചെല്ലേ, അവിടെ ഒരുപാട് ചെലന്തി വലകളുണ്ട്. ദേ കണ്ടില്ലേ? ചിലന്തി വലയോ? അത് ശരി. ഓ, ചിലന്തി വലകളെ പേടിച്ച് നിന്റെ യൂക്കി, അതായത് ആ തേനീച്ചകൾ ഈ ഭാഗത്തേക്ക് വരാറില്ല അല്ലേ? അത് കൊള്ളാം. ഈ സ്ഥലത്തൊരു സ്പൈഡർ ഉണ്ടോ? എന്റെ പേര് അദീസ എന്നാണ്. എന്റെ അമ്മൂമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സർദാർ എനിക്ക് പൂക്കളുടെ ഇതളുകൾ തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അവസാനം ഞാൻ കുടുങ്ങിപ്പോയി. ആ, അതും നല്ലൊരു ഐഡിയ ആണ്. ചെല്ലു ചിണ്ടു, നീ ഒരു തടിച്ചു കൊഴുത്ത പോത്തായി മാറിയേക്ക്. അപ്പോ കള്ളം വന്ന് നിന്നെ പിടിച്ചോണ്ട് പോയിക്കോളും. അക്കിടം പകിടം ആലം ഫാലം തിക്കിടം തികിടം ദം ദമാദം. എന്ത് ചാട്ടോ? വാ വാ, ആദ്യം ഒരു അല്പം ചാട്ട് കഴിക്കാം. ഇവിടെ എന്താ ഈ സംഭവിച്ചത്? ഈ കാണുന്ന പോത്തിന് ചാട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാ തോന്നുന്നത്. കണ്ടോ, അത് കഴിക്കുന്നത് കണ്ടില്ലേ? നല്ല തടിച്ചു കൊഴുത്തൊരു പോത്ത്. ഈ മിടുക്കിന് ഞാൻ ചട്ടോരി എന്ന് പേരിടുകയാണ്. ഞാൻ എല്ലാം മറന്നുപോയി. ഈ ചിണ്ടു എങ്ങോട്ടാ പോയത്? അവനെ കള്ളം കൊണ്ടുപോയെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ എവിടെയാണെന്ന് എങ്ങനെയാ കണ്ടെത്തുന്നത്? വേണ്ടോ അവന് സ്വബോധം നഷ്ടപ്പെട്ട് കാണോ? എനിക്ക് ചിണ്ടുവിനെ ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ വാലില് ഒരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. വാ, നമുക്ക് അവനെ ട്രാക്ക് ചെയ്യാം. ഞാൻ അപ്പോഴേ സംശയിച്ചതാ ആ കള്ളൻ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ഇവന്റെ പോത്ത് മാത്രമേ മോഷണം പോകാത്തതുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ചെന്ന് ചിണ്ടുവിനെ നോക്കിയിട്ട് വരാം. സന്തോഷായില്ലേ ചട്ടോരി? കഴിക്ക് കഴിക്ക്. നീ എത്ര ചാട്ട് വേണമെങ്കിലും കഴിച്ചോ. ഞാൻ നിന്റെ മുതലാളി ആയിരിക്കുന്നിടത്തോളം വരെ ചാട്ടിന്റെ കാര്യത്തിൽ നിനക്കൊരു പഞ്ഞം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് കഴിച്ചു. എന്റെ ഈ മുതലാളി എത്ര നല്ലൊരു മനുഷ്യനാ. യമ്മി, എന്തൊരു ചാട്ടാണിത്. അപ്പോൾ ഫുർസത്ത് ഗഞ്ചിലെ പോത്തുകളെ നീയാണല്ലേ മോഷ്ടിക്കുന്നത്? ഈ പോത്ത് എന്റെയാണ്. ഇതിനെ ഇവിടുന്ന് ഞാൻ കൊണ്ടുപോവുകയാ. ഈ ചെക്കനെന്തിനാ എന്നെ മുതലാളിൽ നിന്ന് പിരിക്കാൻ ശ്രമിക്കുന്നത്? അത് കലക്കി. കൊള്ളാം ചട്ടോരി. ഇടിച്ചവനെ തെറിപ്പിക്ക്. അവൻ ഇനി ഇവിടുന്ന് രക്ഷപ്പെടരുത്. ചിണ്ടു, നീ എന്തായി ചെയ്യുന്നത്? ചിണ്ടു, ഒന്ന് നിർത്തുന്നുണ്ടോ?